ഇത്തിരി ചോറ് വെച്ചത് ഇരിപ്പുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നല്ലൊരു ലഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനും ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ കഴിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു റൈസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ചെറിയ എന്താ പറയുക ഒരു കുഞ്ഞ് കഷ്ണമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വെണ്ടയ്ക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 200 ഗ്രാമോളം വെണ്ടയ്ക്ക ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കേൻ്റെ എണ്ണം പറയുകയാണെങ്കിൽ ഒരു 10-15 എണ്ണമൊക്കെ ഉണ്ടാവും. ചെറിയ വെണ്ടയ്ക്കയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ വീട്ടിൽ സാധാരണ ചോറുണ്ടാക്കി അതിൻ്റെ കൂടെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും കഴിക്കാത്തവരാണെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കഴിച്ചോളൂ കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് കുട്ടീസിനെ വെജിറ്റബിൾസ് കഴിപ്പിക്കാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗം കൂടിയാണിത്. അപ്പോൾ നന്നായിട്ട് നമ്മളിതേ വഴറ്റി ഒന്ന് പകുതിയോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നന്നായിട്ട് ആ കടിക്കുന്ന പരുവം മാറി വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് വരണം. ഇപ്പോൾ ഏകദേശം വെണ്ടയ്ക്ക വെന്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലാവരുടെയും ഉപ്പും മുളകും ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ഇത് പാൻ ഇനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ പാനിൽ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂണും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയാണ് താല്പര്യമെങ്കിൽ വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവരാണെങ്കിൽ 4 എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഉപ്പ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ കൂടെ കുരുമുളക് പൊടി വേണ്ടവർ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. നമ്മൾ എന്തായാലും ചോറിൽ ചേർക്കുന്നതുകൊണ്ട് ഇപ്പോൾ ചേർത്തിട്ടില്ല. ഇനി നമുക്കിത് കുറച്ച് വലിയ പീസായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ അളവിൽ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 2 വലിയ ആൾക്കാർക്കും ഒരു കുട്ടിക്കൊക്കെ കഴിക്കാനുള്ള പാകത്തിന് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തർ കഴിക്കുന്ന അളവിനനുസരിച്ച് വ്യത്യാസം വരാം. അപ്പോൾ നന്നായിട്ട് ചിക്കി പൊരിച്ചെടുത്ത് അതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഒരു പാനിൽ ഞാൻ വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരുപാട് എരിവ് എടുക്കുന്നില്ല, ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി വറ്റൽമുളക് 2 എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതും ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാളയാണ്. പിന്നെ കറിവേപ്പില ആദ്യമേ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കണുള്ളൂ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ലപോലെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുത്തിട്ട് ഇതിനകത്തോട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ചേർക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചൊന്ന് വാടിയ കറിവേപ്പില എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പേസ്റ്റ് അല്ലെങ്കിൽ ചുമ്മാ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ചോറ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ചോറിന് അങ്ങനെ ഒരു പ്രത്യേക അളവ് ഞാൻ പറയണില്ല. ഏകദേശം ഞാൻ 2.5 കപ്പ് എടുത്തിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്ക് നല്ല പോലെ മസാലയായിട്ട് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ ചോറിൻ്റെ അളവ് കുറക്കാം അല്ലെങ്കിൽ കൂട്ടാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കും അതുപോലെ തന്നെ മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അവസാനം മിക്സിങ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇച്ചിരിയും കൂടെ ചോറ് വേണമെന്നുള്ളത്. അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 2.5 കപ്പ് ചോറ് എടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്യാൻ നോക്കുക. ഇതിൽ നമ്മൾ സോസോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ. എന്തായാലും കുട്ടീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ചുമ്മാ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ചോറിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഏകദേശം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് നിങ്ങൾക്ക് അത്രയും വേണമെങ്കിൽ മാത്രം അത്ര ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതൊരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. നന്നായിട്ട് അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ചോറും വെജിറ്റബിൾസും ഒക്കെ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പറായിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റൈസ് വെച്ച് ഞാൻ സാധാരണ ചോറ് വയ്ക്കുന്ന റൈസാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് ബസ്മതി അരി വേണമെങ്കിൽ എടുക്കാം. പക്ഷേ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളത് സാധാ ചോറല്ലേ, അപ്പോൾ അത് വെച്ച് ചെയ്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്നത് ഒരു ചല്ലാസിൻ്റെ കൂടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക കച്ചമ്പർ എന്ന് പറയും നമ്മൾ, അതിൻ്റെ കൂടിയാണ് കേട്ടോ സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ല കോമ്പിനേഷനാണ്. എന്തായാലും പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.